കൈവള്ളിക്കാട് കുരിശുമലയെക്കുറിച്ച് നമ്മളൊക്കെ അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളേ ആയുള്ളൂ. എന്നാൽ ഈ ഒരു ദേശത്ത് ജനിച്ച് വളർന്ന ഒരപ്പച്ചനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പച്ച, ഈ ഒരു കുരിശുമലയുടെ തുടക്കകാലം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് 1949 തൊട്ട് ഒരു തീർത്ഥാടനമായിട്ട് നടത്തുന്നതാണ്. അന്ന് നിർമ്മലപുരം പള്ളിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ദുഃഖവെള്ളിയാഴ്ചകളിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇവിടുന്ന് നിർമ്മലപുരം പള്ളിയിൽ നിന്നും തുടങ്ങി ചുങ്കപ്പാറ വഴി ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് തോട്ടത്തംകുഴി വഴി കരിപ്പാൽ എസ്റ്റേറ്റ് വഴിയായിരുന്നു മല കയറിക്കൊണ്ടിരുന്നത്. അന്ന് ദുഃഖവെള്ളിയാഴ്ചകളിലായിരുന്നു ആ സമയങ്ങളിൽ ഇത് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് 2007 മുതലാണ് ഇത് എക്യുമെനിക്കലായിട്ട് തുടങ്ങിയത്. ചുങ്കപ്പാറ സെൻറ് ജോർജ് മലങ്കര ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് കരിപ്പാൽ എസ്റ്റേറ്റ് വഴി ഈ തീർത്ഥാടനം നടത്തുന്നു. അപ്പച്ച, ഇപ്പോഴും ദുഃഖവെള്ളിയാഴ്ച തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്നത്? അല്ല, 40-ാം വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2009 ഇപ്പോൾ കുരിശുമലയിൽ കാണുന്ന കൽക്കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് തീർത്ഥാടകർ കൂടുതലായിട്ട് വരാനും തുടങ്ങിയിരിക്കുന്നത്. അപ്പച്ച, ഇപ്പം ഈ ഒരു കുരിശുമല പലരും അറിയുന്നുണ്ട്, ഒരുപാട് തീർത്ഥാടകർ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഇപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കറുകച്ചാല് കുളത്തൂർ മൊഴി വഴി ചുങ്കപ്പാറ വരാം. അല്ലെങ്കിൽ മാമൂട് മല്ലപ്പള്ളി വഴി വായ്പൂർ വഴി ചുങ്കപ്പാറ വരാം. ചുങ്കപ്പാറയിൽ നിന്ന് മാരംകുളം വഴി വന്ന് മാരംകുളം വഴി നിർമ്മലപുരം റോഡിൽ പ്രവേശിച്ചാൽ ഈ കുരിശുമലയിലേക്കുള്ള റൂട്ടിലെത്താം, കറക്റ്റ് പോയിന്റിലെത്താം. 2023 ആയപ്പം പെരുന്തോട്ട് പിതാവിൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ കുരിശുമലയെ കൽക്കുരിശു പണിയുന്നതും ഇവിടെ പിന്നെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ സ്റ്റെപ്പ് പണിയുന്നതും ഈ വഴി മേടിക്കുന്നതും. ഈ വഴി മേടിച്ച് കഴിഞ്ഞ് ഇരുവടി വഴിയാണ് നമുക്ക് ഇവിടം തൊട്ട് 1-ാം സ്ഥലം തൊട്ടങ്ങ് മേളി വരെ. അവൻ്റെ മേളിൽ 10-ാം സ്ഥലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ 35 അടി വീതിയാണ്. പിന്നെ അതിൻ്റെ മേളിലോട്ട് 12 അടി വീതിയിലാണ് വഴി പോകുന്നത്. പരിചയപ്പെട്ടത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കരിവള്ളിക്കാട് കുരിശുമല തീർത്ഥാടന കേന്ദ്രമാണ്. 40-ാം വെള്ളിയാഴ്ചയൊക്കെ ഒരുപാട് തീർത്ഥാടകരെത്തുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നിങ്ങൾക്കും വരാം. ഈ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ശാന്തമായി പ്രാർത്ഥിക്കാം.